നമ്മുടെ നിത്യോപയോഗ സാധനമായ തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കുന്ന സംഭവമാണ് ഇതാണ് നമ്മുടെ മട്ടി എന്ന് പറയുന്ന മരമാണ്. അപ്പോൾ അത് ഇതുപോലെ കട്ടാക്കി പീസാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ വലിയ മട്ടിയൊക്കെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ചെറിയ റോളാക്കിയിട്ട് ഇങ്ങനെ ഇതിന്ന് അത് തോല് ആ മെഷീനിൽ വെച്ച് തോല് മാത്രം എടുത്ത് ഇങ്ങനെ സെറ്റാക്കി ഇത് കണ്ടോ അതിൻ്റെ ഇതിങ്ങനെ ഒരു മെഷീൻ ഇങ്ങനെ നമ്മളെ പായ പോലെ ഇങ്ങനെ ഇതാക്കും. അങ്ങനെയാണ് നമ്മുടെ ഇതുണ്ടോ തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഇത് നമ്മുടെ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റൂട്ടിൽ ആര്യമ്പാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ സ്വന്തം ചെട്ടിയാര ആണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെട്ടിയാര സ്വന്തം സ്ഥാപനമാണ്. അപ്പോൾ അതിലാണ് തീപ്പെട്ടിക്കൊള്ളി തമിഴ്നാട് ഏരിയകളിലേക്ക് ഏറ്റവും കൂടുതൽ തീപ്പെട്ടിക്കൊള്ളി പോകുന്ന ഒരു സംഭവമാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ തീപ്പെട്ടിക്കൊള്ളി പോകുന്നത്. തീപ്പെട്ടി ഒരുപാട് കമ്പനികളുണ്ട്, പക്ഷേ നമ്മുടെ ചെട്ടിയാര ഇതിന്ന് നമ്മൾ ഒരുപാട് തീപ്പെട്ടിക്കൊള്ളി ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലോഡ് കണക്കിനാണ് ഇവിടുന്ന് സാധനം പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ മരം എടുത്തിട്ട് ഇതുപോലെ ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തീപ്പെട്ടി കണ്ട തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ കണ്ട അതിങ്ങനെ ഷീറ്റായിട്ട് അതിൻ്റെ ബാക്കിൽ വെക്കും, ആ മെഷീനിൽ വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ കറക്റ്റ് നമ്മളെ തീപ്പെട്ടിക്കൊള്ളിയുടെ വലുപ്പത്തിൽ ഇങ്ങനെ അതാക്കും. അപ്പോൾ കുറച്ച് ഭായിമാരുണ്ട് അവിടെ പണിക്കാർ, അതുപോലെ തന്നെ കുറച്ച് ചേച്ചിമാരുണ്ട് അവിടെ പണിക്കാർ. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സംഭവം. ചെത്തി ക്ലിയർ ആക്കി ഇത് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി കറക്റ്റ് അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി അതിങ്ങനെ കറക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇതാണ് തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കുന്ന ഒരു മെഷീനും സംഭവങ്ങളൊക്കെയാണ് ഇത്. നമ്മൾ നിത്യോപയോഗ സാധനമായ തീപ്പെട്ടിക്കൊള്ളി നമ്മൾക്ക് ആർക്കും സുപരിചിതമാണ് അത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുകളായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.